ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് പിസ്സ കാണാം കേട്ടോ. നമുക്കിനിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പിസ്സ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മളെ വീറ്റ് ഫ്ലോറാണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം റവ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടിയുള്ളൊരു ബാറ്ററാക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ദോശമാവിൻ്റെ ഭാഗത്തിനാക്കണ്ട, അതിനേക്കാളും ചെറുതായിട്ടൊരു കട്ടിയൊക്കെ വേണം കേട്ടോ. നല്ല ലൂസായിട്ട് മാവ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കട്ടിയിൽ വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാനിതാ. ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിതാ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, സാൾട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം കേട്ടോ. ഒരു പിഞ്ചോളം മതിയാവും, ഒരുപാട് ചേർക്കണ്ട. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുപ്പത്തോട്ട് ഇതൊരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിതിലേക്കൊരു 1.5 ടീസ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിലൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്, ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവയുടെയും നമ്മൾ വീറ്റ് ഫ്ലോറിൻ്റെയും ഗോതമ്പൊടിയുടെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നാവുന്ന വിധത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് പറയുമ്പം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ആറി തുടങ്ങണം. അത്ര മതിയാവട്ടെ. ഒരുപാട് അങ്ങ് വെന്ത് അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് മുകൾ ഭാഗം ഒന്ന് ആറി വരുന്ന ആ ഒരു സമയം മാത്രം അടച്ച് വെച്ചാൽ മതിയേ. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ആകെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമ്മളിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മളെടുത്തത് കൊണ്ട് നന്നായിട്ട് കരി ഒന്നും ചെയ്യാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടീസ്പൂണോളം സോസ് ആക്കി കൊടുക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് തന്നെ ഉണ്ടാക്കിയിട്ട് അതും ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാനേ ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതനുസരിച്ചിട്ട് നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാളയും ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ അതും ചേർക്കാം. ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എരിവ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു 1-2 പച്ചമുളകൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് സവാള ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചീസാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം തന്നെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ചീസൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഇത് ചേർക്കേണ്ടിയില്ല. എരിവൊക്കെ ഇഷ്ടമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചില്ലി ഫ്ലെക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10-20 സെക്കൻഡും കൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തിനാൽ അവർ നല്ല ഇഷ്ടത്തിൽ കഴിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി അല്ലേ. ഒരുവിധം വെജിറ്റബിൾസൊക്കെ അവരുടെ വയറ്റിലങ്ങ് എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് സാധനങ്ങളോ സമയമോ ഒന്നും ആവശ്യമില്ല. ഹെൽത്തിയും കൂടി ആയതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുക്കാനും പറ്റും. രാവിലെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.